ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കീമിൻ്റെ അലോട്ട്മെൻറ്റ് സമയത്ത് ഹാജരാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, CC അല്ലെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ +2 കഴിഞ്ഞ സ്കൂളിൽ നിന്ന് തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വർഷം +2 കഴിഞ്ഞ കുട്ടികൾ എനിക്ക് ചിലപ്പോൾ കീം എൻജിനീയറിംഗ് എക്സാമിന് അത്ര എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ഞാൻ വേറൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവർ ചെയ്യേണ്ടത്, നിങ്ങൾ പുതിയൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു, ഇനി കീമിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ കീമിൻ്റെ എൻജിനീയറിംഗ് കോളേജിൽ കയറാനാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നുള്ള അവിടുത്തെ TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. നിങ്ങൾ +2 നിന്ന് നിങ്ങൾക്ക് കിട്ടിയ TCയും CCയും അല്ല വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത കോളേജ് ഉണ്ടാവുമല്ലോ, അവിടെ പോയി നിങ്ങളിത് ചോദിച്ചപ്പോൾ അവർ അത് നിങ്ങൾക്ക് തന്നില്ല, നിങ്ങളുടെ +2 കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും CCയുമാണ് തന്നത് എന്ന് വിചാരിക്കൂ, TCയും CCയാണ് തന്നത് എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് കൊടുത്താലും മതി. കാര്യം കീമിൻ്റെ അലോട്ട്മെൻറ്റ് സമയത്ത് നമ്മൾ വേറെ കോളേജിൽ അഡ്മിഷൻ എടുത്തോ ഇല്ല എന്നുള്ള കാര്യം ഇവർക്കറിയത്തില്ല. ഞാനതുപോലെ തന്നെ വേറെ കോളേജിൽ അഡ്മിഷൻ എടുത്തായിരുന്നു, എന്നിട്ടാണ് കീമിൻ്റെ അലോട്ട്മെൻറ്റ് വന്നത്. അവരെനിക്ക് പുതിയ കോളേജിൽ നിന്ന് TCയും CCയും ഒന്നും തന്നില്ല, ഞാൻ എൻ്റെ +2 നിന്ന് കിട്ടിയത് തന്നെയാണ് വീണ്ടും അവിടെ വെച്ചത്. ഓക്കെ, അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, മറ്റേടത്ത് തരികയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് റിപ്പീറ്റേഴ്സിൻ്റെ കാര്യമാണ്. അതായത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ, അവർക്ക് TCക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ CC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 6 മാസം വരെ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പുതിയ CC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ പഠിച്ച പഴയ +2 സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ പ്രിൻസിപ്പളിനോട് ചോദിച്ചാൽ തരും. പക്ഷേ അങ്ങനെ തരാൻ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. എന്താ പറയുക, പുതിയ ഒരെണ്ണം കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ നേരെ എടുത്തങ്ങ് തരത്തൊന്നുമില്ല. പ്രിൻസിപ്പളായിട്ട് നല്ല പരിചയമുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രിൻസിപ്പൾ ഒന്നുകൂടെ തരും. ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നായിരുന്നു. പിന്നെന്താ പറയുക, ഇനിയിപ്പോൾ അങ്ങനെ തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ഫോർമാറ്റ് ഉണ്ടോ, ഈ ഒരു ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വേണം മേടിക്കാൻ. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ രണ്ടാമത് CC തന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണിത്. പ്രിൻസിപ്പൾ രണ്ടാമത് തന്നെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. നിങ്ങൾ അടുത്തുള്ള ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് എന്ത് ചെയ്യുക, ഇതുപോലെ സൈൻ ചെയ്ത് സീൽ ചെയ്ത് മേടിക്കണം. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കണം. പിന്നെ ഗസറ്റഡ് ഓഫീസറിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ പഴയ CC, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ +2 സർട്ടിഫിക്കറ്റ്, പിന്നെന്താ മറ്റേ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ചുമ്മാ എടുത്തു, വലിയ നിർബന്ധമല്ല, നിങ്ങളുടെ പഴയ CC തന്നെ മതി. പക്ഷേ ചില ആൾക്കാർ നിങ്ങളുടെ SSLCയും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ ചോദിക്കാറുണ്ട്. കാര്യം നിങ്ങൾ തന്നെയാണ് ഈ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫേക്ക് അല്ല എന്നൊക്കെ തിരിച്ചറിയാൻ അവരുടെ ജോലിനെയും കൂടെ ബാധിക്കുന്നതാണ്. അവർ സൈനും സീലും ഒക്കെ ഇട്ട് തന്നിട്ട് നിങ്ങളവരെ പറ്റിച്ച് അവരുടെ ജോലിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ചിലവരങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ ഇതുള്ള കുറച്ച് രേഖകളൊക്കെ കയ്യിലെടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. CC റിപ്പീറ്റേഴ്സ് 6 മാസം വാലിഡിറ്റി ഉള്ള അവർ പുതിയത് എടുക്കണം. ഈ വർഷം വേറെ കോളേജിലൊന്നും ചേരാത്തവർ +2 നിന്ന് കിട്ടിയത് തന്നെ മതി. വേറെ കോളേജിൽ ചേർന്നവർ അവിടെ നിന്നുള്ള CCയും TCയും എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇനി അവിടെ നിന്ന് തന്നില്ലെങ്കിൽ നിങ്ങൾ +2 തന്നെ മതി. ഓക്കെ.